അവർ ആശ്രമത്തിൽ കടക്കുന്നതിനു മുമ്പേ ആശ്രമവാസികൾ ഗുരുനാഥന്റെ കാൽ കഴുകാനും കാലും മുഖവും കഴുകുന്നതിന് രാമലക്ഷ്മണന്മാർക്ക് വെള്ളം കൊടുക്കാനും വെമ്പലോടെ പാഞ്ഞെത്തി. ആശ്രമവാസികൾ ആശ്രമത്തിലേക്കുള്ള വഴിയിൽ പൂക്കൾ വിതറി അവരെ ആശ്രമവാതിലിലേക്ക് നയിച്ചു. അവർക്ക് പഴങ്ങളും മധുരശീതളപാനീയവും നൽകി. രാമലക്ഷ്മണന്മാരോട് പ്രത്യേകമായി ഒരുക്കിയ കുടിലിൽ വിശ്രമിക്കുവാൻ ആശ്രമവാസികൾ അപേക്ഷിച്ചു. അവർ അപേക്ഷ സ്വീകരിച്ചു. വിശ്രമത്താൽ അവർക്ക് നവോന്മേഷം ലഭിച്ചു. അനന്തരം അവർ കാലും മുഖവും കഴുകി വിശ്വാമിത്രന്റെ സമീപം ചെന്നു. മഹർഷിയുടെ നിർദ്ദേശങ്ങൾ അറിയാൻ കാത്തുനിന്നു. ഗുരോ, അങ്ങ് അനുഷ്ഠിക്കുവാൻ തീരുമാനിച്ച യജ്ഞം നാളെ ഉദ്ഘാടനം ചെയ്യാനാവുമോ? ഈ അന്വേഷണം കേട്ട് വിശ്വാമിത്രൻ അത്യന്തം സന്തുഷ്ടനായി. അദ്ദേഹം മറുപടി പറഞ്ഞു, തീർച്ചയായും, എല്ലാം തയ്യാറായിട്ടുണ്ട്. ഈ സിദ്ധാശ്രമത്തിൽ അങ്ങനെയാണെപ്പോഴും. ഒരുക്കങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി കാത്തിരിക്കേണ്ടതില്ല. ഞങ്ങൾ എപ്പോഴും തയ്യാറാണ്. നാളെ പുലരുമ്പോൾ ഞാൻ നിർദ്ദിഷ്ടമായ വ്രതം ആചരിക്കും. ആ വാർത്ത പരന്നു. ഓരോരുത്തരും ഈ വമ്പിച്ച സംരംഭത്തിനാവശ്യമായ വസ്തുക്കൾ ശേഖരിക്കുന്നതിൽ വ്യാപൃതരായി. നേരം പുലർന്നു. വിശ്വാമിത്രൻ യജ്ഞം തുടങ്ങി. സ്കന്ദനും വിശാഖനും ദേവന്മാർക്കുവേണ്ടി കാവൽ നിന്നപോലെ സഹോദരന്മാരായ രാമനും ലക്ഷ്മണനും യജ്ഞം തടസ്സപ്പെടുത്താൻ ഇടപെടുന്ന ആരെയും നേരിടുവാനായി ഉറപ്പിച്ചു. രാക്ഷസന്മാരെക്കുറിച്ചുള്ള വിവരം യജ്ഞകാര്യത്തിൽ ഏർപ്പെട്ടിരുന്ന വിശ്വാമിത്രനോട് അന്വേഷിക്കുന്നത് ശരിയല്ലെന്നു മനസ്സിലാക്കി രാമൻ യജ്ഞകർമ്മത്തിൽ പങ്കെടുത്തിരുന്ന മറ്റു മൂലരിൽ നിന്ന് എപ്പോഴാണ് രാക്ഷസസംഘം വരാറെന്നും ഏതു ഭാഗത്തുനിന്നാണ് വരുകയെന്നും തിരക്കി. അവർക്കിതേ പറയാൻ കഴിഞ്ഞുള്ളൂ. എപ്പോഴാണ് എവിടെ നിന്നാണ് എന്നൊന്നും പറയാൻ ആർക്കും സാധ്യമല്ല. രാക്ഷസന്മാർക്ക് കൃത്യസമയമൊന്നുമില്ല. ഏതു നിമിഷത്തിലും അവർ നമ്മുടെ മേൽ ചാടി വീഴാം. അവരുടെ ആക്രമണത്തിന്റെ സമയം മുൻകൂട്ടി പറയാൻ ആർക്ക് കഴിയും? ആശ്രമവാസികൾ രാമനോട് രാക്ഷസന്മാരെപ്പറ്റി സംസാരിച്ചു. ഓരോരുത്തരും രാക്ഷസന്മാരുടെ പ്രകൃതിയെയും ശീലത്തെയും കുറിച്ച് തങ്ങൾക്കുള്ള അഭിപ്രായം അറിയിച്ചു. അവരിൽ നിന്നും ലഭിച്ച മറുപടി കേട്ട് രാമൻ തീരുമാനത്തിലെത്തി. തപസ്സികളുടെ പുണ്യകർമ്മങ്ങൾ അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുന്ന രാക്ഷസന്മാരെ നേരിടാൻ ഏറ്റവും ജാഗ്രതയോടും സന്നദ്ധതയോടും കൂടിയിരിക്കുന്നതാണ് വിവേകപൂർവമായ നീക്കമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹം ഭ്രാതാവിനെയും ജാഗ്രതപ്പെടുത്തി. അവർ നാലു ദിക്കും ജാഗ്രതയോടെ ശ്രദ്ധിച്ചു. അപകടം സൂചിപ്പിക്കുന്നതെന്തെന്ന് തോന്നുന്ന ഏറ്റവും നിസ്സാരമായ ശബ്ദവും അവർ ശ്രദ്ധിച്ചു. അവരുടെ ധീരതയും ആത്മാർത്ഥതയും മനസ്സിലാക്കിയ തപസ്സികൾക്ക് അത്യന്തം ആനന്ദവും അത്ഭുതവുമുണ്ടായി. കാരണം കുട്ടിക്കളിയും ശരിക്കും വിട്ടിട്ടില്ലാത്ത ഇളംപ്രായവും കോമളവർണ്ണവുമുള്ളവരായിരുന്നു രാമലക്ഷ്മണന്മാർ. 5 ദിവസം രാവും പകലും സഹോദരന്മാർ കൺകുട്ടിയടയ്ക്കാതെ ഒരു നിമിഷം പോലും വിശ്രമിക്കാതെയും യജ്ഞസ്ഥലത്തിനും ആശ്രമത്തിനും നിരന്തരമായി കാവൽ നിന്നു. 6-ാം ദിവസത്തിന്റെയും കൃത്യമായ നിർവഹണത്തിൽ നിമഗ്നനായ വിശ്വാമിത്രൻ യജ്ഞത്തിൽ പരിപൂർണമായും വ്യാപൃതനായിരുന്നു. മന്ത്രോച്ചാരണം, ഹോമദ്രവ്യങ്ങളുടെ അർപ്പണം തുടങ്ങിയ തങ്ങളുടെ ജോലികളിൽ ഋതിക്കുകൾ ഏർപ്പെട്ടിരുന്നു. പെട്ടെന്ന് നഭോമണ്ഡലം തന്നെ പൊട്ടിക്കീറി തരിപ്പണമാകും വിധം ഇടിവിട്ടും പോലെയുള്ള ഒരു ശബ്ദം ആകാശത്തുനിന്നും പുറപ്പെട്ടു. എല്ലാവരും ഭയസ്തംഭരായി. യജ്ഞവേദിയിലുള്ള എല്ലാ വസ്തുക്കളിൽ നിന്നും അഗ്നി ആളിക്കെത്തി. കുശപ്പുല്ല്, പാത്രങ്ങൾ, യജ്ഞവസ്തുക്കൾ വെച്ചിരുന്ന പരിശുദ്ധ കലശങ്ങൾ, യജ്ഞാഗ്നിയിൽ ഹോമിക്കാൻ ശേഖരിച്ച ചമതകൾ, പുഷ്പങ്ങൾ, കുങ്കുമം തുടങ്ങിയ യജ്ഞസാധനങ്ങളിൽ നിന്നെല്ലാം അഗ്നിജ്വാലകൾ നാലുപാടും പരന്നു. വളരെ വേഗം ഭയങ്കരമായ കാളമേഘങ്ങളാൽ ആകാശം ആവൃതമായി. പ്രകാശോജ്വലമായ പകൽ കൂരിരുട്ട് നിറഞ്ഞ രാത്രിയായി മാറി. യജ്ഞാനുഷ്ഠാനം നടക്കുന്ന സ്ഥലത്ത് അസാധാരണവും ദുഷ്ടവുമായ ധൂമം അതിവേഗം പടർന്നു. അശുദ്ധമേഘങ്ങൾ രക്തമഴ പെയ്യ്ക്കാൻ തുടങ്ങി. രക്തത്തുള്ളികൾ താഴെ വീഴുമ്പോഴേക്കും അവരെ സ്വീകരിക്കാനുയർന്ന അഗ്നിജ്വാലകൾ അത് സ്വാഗതം ചെയ്തു. വിദ്വേഷത്തിന്റെയും ക്രൂരതയുടെയും മിഥ്യാരൂപങ്ങളുടെ കൂട്ടത്തിൽ ശത്രുക്കളെ തിരിച്ചറിയാൻ രാമനും ലക്ഷ്മണനും ശ്രമിച്ചു. രാമൻ തന്റെ ദിവ്യദൃഷ്ടിയാൽ രാക്ഷസനേതാക്കളായ മാരീചനും സുബാഹുവും എവിടെയാണുള്ളതെന്ന് മനസ്സിലാക്കി. അവിടുന്ന് ആ ലക്ഷ്യത്തിലേക്ക് മാനസാസ്ത്രം തൊടുത്തു. അത് മാരീചന്റെ മാറിൽ തറച്ചു. അതോടെ അവൻ നിന്നു. അനന്തരം അദ്ദേഹം സുബാഹുവിന്റെ നേരെ അശ്വസ്ത്രം വിട്ടു. അത് സുബാഹുവിന്റെ ഹൃദയത്തിൽ തറച്ചു. അവരുടെ ജഡങ്ങൾ കണ്ടു. രാമൻ തുടർന്നു, ആ അശുദ്ധമാകും. എന്നാശ്രമത്തന്നെ അനേകശതം നാഴികദൂരെ കൊണ്ടുപോയി സമുദ്രത്തിൽ വീഴ്ത്തി. മാരീചനും സുബാഹുവും അസഹ്യമായ മരണവേദനയാൽ ഞെങ്ങുകയും വിലപിക്കുകയും ചെയ്തുകൊണ്ട് തിരമാലകളിൽപ്പെട്ട് ഞെരിപിരികൊണ്ടു. പക്ഷേ അവർ മരിച്ചില്ല. മറ്റ് രാക്ഷസന്മാർ പ്രാണനും കൊണ്ടോടി. ചക്രവാളത്തിനപ്പുറം അപ്രത്യക്ഷരായി. രാക്ഷസന്മാർ വീണ്ടും ദുഷ്പ്രവൃത്തികളിലേക്ക് വരുമെന്ന് കണ്ടു. എത്ര അടിയറവ് പറഞ്ഞവർ വന്നാലും ഒരു രാക്ഷസനെയും ശേഷിക്കാനനുവദിക്കുന്നത് ഉചിതമല്ലെന്ന് ലക്ഷ്മണൻ അഭിപ്രായപ്പെട്ടു. അതുകൊണ്ട് അവരെ നിശ്ശേഷം കൊന്നൊടുക്കാൻ അദ്ദേഹം രാമനെ പ്രേരിപ്പിച്ചു. ധീരതയുടെ ഏറ്റവും മഹത്തായ പ്രക്രിയ നോക്കിക്കണ്ട തപസ്സികൾ അത്ഭുതപ്പെട്ടുപോയി. ആ സഹോദരന്മാർ യഥാർത്ഥത്തിൽ ഭയങ്കരനും അനുഗ്രഹദായകനുമായ ശിവനാണോ എന്ന് ചിന്തിച്ചു. അവർ മനസ്സാ അവരെ ബഹുമാനപൂർവ്വം നമിച്ചു.
കാരണം അവരുടെ അഭിവാദ്യം സ്വീകരിക്കാൻ കഴിയാത്ത ഇളം പ്രായക്കാരാണല്ലോ രാമനും ലക്ഷ്മണനും. നിമിഷത്തിനുള്ളിൽ വനം ആനന്ദത്തിന്റെയും പ്രകാശത്തിന്റെയും വസ്ത്രമണിഞ്ഞു. ശ്രദ്ധ ചിതറിപ്പോകുന്ന എല്ലാറ്റിന്റെയും മധ്യത്തിലും വിശ്വാമിത്രൻ യജ്ഞസംബന്ധമായ ദേവതകളുടെ ധ്യാനത്തിലും വിശുദ്ധമന്ത്രോച്ചാരണത്തിലും ഒരു തടസ്സവുമില്ലാതെ അചഞ്ചലമായി മുഴുകിയിരുന്നു. ശരീരത്തിന്റെയോ മനസ്സിന്റെയോ യാതൊരു ചലനവും അദ്ദേഹം ഒരിക്കലും ഉണ്ടാക്കിയില്ല. ശ്രദ്ധയുടെ അഗാധത അത്രത്തലിലുമായിരുന്നു. പവിത്രമായ അഗ്നിയിലേക്കുള്ള സമാപനഹോമം ശരിയായി കൃതജ്ഞതാപൂർവം അർപ്പിക്കപ്പെട്ടു. അനന്തരം വിശ്വാമിത്രൻ മന്ദസ്മിതം പൊഴിച്ചുകൊണ്ട് രാമലക്ഷ്മണന്മാരുടെ സമീപം ചെന്നു. അല്ലയോ കീർത്തനീയന്മാരെ, എന്റെ വ്രതം നിങ്ങൾ വിജയിപ്പിച്ചു. നിങ്ങളിൽ കൂടി എന്റെ ജീവിതാഭിലാഷം നിറവേറി. ഈ ആശ്രമത്തിന്റെ നാമധേയം ന്യായീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇത് സത്യമായും സിദ്ധിയുടെ ആശ്രമമായി തീർന്നിരിക്കുന്നു. മഹർഷി ആനന്ദാശ്രുക്കൾ പൊഴിച്ചു. അദ്ദേഹം കുട്ടികളെ ഓമനിക്കുകയും തലോടുകയും ചെയ്തു. രാമന്റെയും ലക്ഷ്മണന്റെയും ചുമലിൽ കൈകൾ വെച്ചുകൊണ്ട് അദ്ദേഹം ആശ്രമത്തിലേക്കു പോയി. അവിടെ അദ്ദേഹം യജ്ഞാഗ്നിയിൽ ഹോമിക്കപ്പെട്ട വസ്തുക്കളുടെ ഓഹരി അവർക്ക് നൽകി. വിശ്രമിക്കാനും നവോന്മേഷം കൊള്ളാനും അദ്ദേഹം അവരോട് പറഞ്ഞു. തങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന ആവശ്യം നിർവഹിക്കപ്പെട്ടു എന്നത് ശരീരത്തിനും മനസ്സിനും ഏറ്റവും ഫലപ്രദമായ വാചീകരണമായിരുന്നുവെങ്കിലും ഗുരുനാഥന്റെ ആജ്ഞ അനാദരിക്കുന്നത് തെറ്റാണെന്ന് തോന്നി അവർ വിശ്രമിക്കാൻ പോയി. അവർക്ക് നിർബാധമായ നിദ്രയുണ്ടാകത്തക്ക വിധം ഗുരു മറ്റൊരു കുടിലിലേക്കു മാറി. അവരുടെ നിദ്രയ്ക്ക് ഭംഗം വരുത്തുന്ന യാതൊരു ശബ്ദവും ഉണ്ടാകാതിരിക്കാൻ അദ്ദേഹം ചിലരെ ചുമതലപ്പെടുത്തി. ആ സഹോദരന്മാർ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ യജ്ഞത്തിന്റെ വിജയകരമായ പരിസമാപ്തിയെയും രാമലക്ഷ്മണന്മാരുടെ ദിവ്യമായ വീരപരാക്രമങ്ങളെയും പറ്റി ആഹ്ലാദം കൊള്ളുകയായിരുന്നു വിശ്വാമിത്രൻ. രാമലക്ഷ്മണന്മാർ ഉണർന്നെഴുന്നേറ്റു മുഖവും കൈയും കാലും കഴുകി. പിന്നെ വാതിൽ കടന്ന് പുറത്തുവന്നു. അവിടെ അവരുടെ നിദ്രയ്ക്ക് യാതൊരു ഭംഗവും വരാതെ നോക്കുവാൻ കാവൽ നിന്ന തപസ്സുകുടുംബങ്ങളിലെ കുട്ടികളെ കണ്ടു. ഗുരു മറ്റൊരു കുടിലിൽ തപസ്സികളുമായി സംസാരിക്കുകയാണെന്ന് അവർ അറിഞ്ഞു. അതുകൊണ്ട് അവർ അങ്ങോട്ടുമെന്നു. മഹർഷിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചു. മഹാഗുരോ, അങ്ങയുടെ ഈ ദാസന്മാർക്ക് ഇനി വല്ല ജോലിയും ചെയ്യാനുണ്ടെങ്കിൽ സദയം അറിയിച്ചാലും ഞങ്ങൾ സന്തോഷപൂർവ്വം അത് ചെയ്തു തീർക്കാം. ഇത് കേട്ടപ്പോൾ കൂട്ടത്തിൽ നിന്നും ഒരു തപസ്സി എഴുന്നേറ്റ് നിന്ന് അവരെ അഭിസംബോധന ചെയ്തു. രാക്ഷസന്മാരെ നശിപ്പിച്ചതോടുകൂടി ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു. എന്താണിനി ചെയ്യാൻ ബാക്കിയുള്ളത്? വർഷങ്ങളായി ഗുരുനാഥൻ അഭിലഷിച്ചിരുന്നത് നിറവേറ്റിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിനേക്കാൾ ഉപരിയായി ഒന്നും ആവശ്യമില്ല. നിങ്ങൾ രണ്ടാളും ശിവശക്തികളുടെ സ്വരൂപമാണ്. അതാണ് നിങ്ങളെ കാണുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നത്. നിങ്ങൾ സാധാരണ മനുഷ്യരല്ല. നിങ്ങളെ ദർശിക്കാനായത് ഞങ്ങളുടെ മഹാഭാഗ്യം. നിങ്ങളോട് ഞങ്ങൾക്കുള്ള നന്ദിക്കും അതിരില്ല. ഇതു പറഞ്ഞപ്പോൾ ആശ്രമവാസികൾ രാമലക്ഷ്മണന്മാരുടെ പാദങ്ങൾ തൊട്ടുവന്ദിച്ചു. സീതാപരിണയം. ഇതിനിടയിൽ യുവവായ ഒരു ശിഷ്യൻ അകത്തേക്ക് ഓടിവന്ന് ഒരു കെട്ട് പനയോല എഴുത്തുകൾ വിശ്വാമിത്രന്റെ കൈകളിൽ വെച്ചു. അദ്ദേഹം ചില താളുകൾ മറിച്ചുനോക്കി. പിന്നെ അടുത്തിരുന്ന ബഹുമാന്യനായ ഒരു വൃദ്ധതപസ്വിയുടെ കൈയിൽ കൊടുത്ത് എല്ലാവരും കേൾക്കെ ഉച്ചത്തിൽ വായിക്കാൻ പറഞ്ഞു. മിഥിലാചക്രവർത്തിയായ ജനകൻ ധർമ്മനിഷ്ഠയുടെ സമുന്നതമായ പ്രഭാവം പ്രകടമാക്കുന്ന പുകഴ്പെറ്റൊരു യജ്ഞം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും വിശ്വാമിത്രൻ സ്വശിഷ്യന്മാരുമായി വന്ന് സാന്നിധ്യമരുളി തന്നെ ആശീർവദിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. അദ്ദേഹം പത്രിക വായിച്ചു. ഇതു കേട്ടപ്പോൾ എല്ലാവരും ആഹ്ലാദത്തോടെ പറഞ്ഞു, ശുഭം ശുഭം. വിശ്വാമിത്രൻ പറഞ്ഞു, കുമാരന്മാരെ, ഇപ്പോൾ നമുക്ക് രാക്ഷസക്കൂട്ടങ്ങളെ ഭയപ്പെടാതെ വനത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയും. അതുകൊണ്ട് നാളെ തന്നെ എല്ലാ ആശ്രമവാസികളോടുമൊപ്പം ഞാൻ മിഥിലയിലേക്ക് യാത്ര ആരംഭിക്കാൻ തീർച്ചയാക്കിയിരിക്കുന്നു. ഇതു കേട്ടപ്പോൾ രാമൻ പറഞ്ഞു, ഗുരോ, തീർച്ചയായും ഇതൊരു സന്തോഷകരമായ സംഗതിയാണ്. ഞങ്ങളെക്കൊണ്ടിനി യാതൊരാവശ്യവുമില്ലല്ലോ. ഞങ്ങളിനി അയോധ്യയിലേക്ക് മടങ്ങട്ടെ. സദയം ഞങ്ങൾക്ക് അനുമതി നൽകിയാലും. ഇതു കേട്ടപ്പോൾ വിശ്വാമിത്രൻ പറഞ്ഞു, കുറേ കാര്യങ്ങൾക്ക് ഞാൻ ദശരഥന് വാക്കുകൊടുത്തിട്ടുണ്ട്. അതുകൂടി പാലിക്കണമല്ലോ. അവ പാലിക്കേണ്ടതല്ലേ? നിങ്ങളെ ഞാൻ തന്നെ അവിടെ എത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാനില്ലാതെ നിങ്ങൾ മാത്രമായി മടങ്ങൂടാ. മിഥിലാനഗരിയിൽ അതുല്യമായൊരു യജ്ഞം നടക്കാൻ പോകുന്നു. നിങ്ങളെ അയോധ്യയിൽ കൊണ്ടാക്കിയ ശേഷം യജ്ഞം ആരംഭിക്കുന്ന ദിവസം മിഥിലയിലെത്തിച്ചേരാൻ എനിക്ക് സമയം കിട്ടുകയില്ല. നിങ്ങളിരുവരും മിഥിലയ്ക്കു വരാമെങ്കിൽ നിങ്ങൾക്ക് യജ്ഞവും കാണാം. അവിടെ നിന്ന് എന്നോടൊന്നിച്ച് അയോധ്യയിലേക്ക് പോകുകയും ചെയ്യാം. മടിയുടെയോ സംശയത്തിന്റെയോ യാതൊരു ലാഞ്ചനയുമില്ലാത്ത ഈ വാക്കുകൾ കേട്ട് സാധ്യതാസാധ്യതകളുടെ ആകെത്തുക നോക്കാതെ രാമനും ഖണ്ഡിതമായി പറഞ്ഞു, ഗുരോ, എന്റെ മുഖ്യവ്രതം പിതാവിന്റെ ആജ്ഞ അനുസരിക്കുകയാണ്. അതിനാൽ അങ്ങയുടെ മുമ്പാകെ ഒരഭ്യർത്ഥന സമർപ്പിക്കാനുണ്ട്. വിശ്വാമിത്രൻ ചോദിച്ചു, പറയൂ, എന്താണ് അഭ്യർത്ഥന? രാമൻ പറഞ്ഞു,
എന്റെ പിതാവ് വിശ്വാമിത്രന്റെ യജ്ഞം അശുദ്ധിയിൽ നിന്നും അപകടങ്ങളിൽ നിന്നും കാത്തുരക്ഷിച്ച് മഹാനായ ആ ഋഷിയെ സന്തോഷിപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചു. വിജയശ്രീലാളിതനായി തിരിച്ചുവരാൻ അദ്ദേഹം ഞങ്ങളോടാവശ്യപ്പെട്ടു. മറ്റ് യജ്ഞങ്ങളിൽ സംബന്ധിക്കാൻ അദ്ദേഹം ഒരു നിർദ്ദേശവും നൽകിയിട്ടില്ല. മിഥിലയിലേക്ക് പോകണമെങ്കിൽ അച്ഛനിൽ നിന്നും പ്രത്യേക അനുമതി വാങ്ങേണ്ടതില്ലേ? വിശ്വാമിത്രൻ പറഞ്ഞു, രാമാ, ദശരഥൻ അതുമാത്രം കൊണ്ട് അവസാനിച്ചില്ല. മഹർഷി ആജ്ഞാപിക്കുന്നതെല്ലാം ചെയ്യുക. അദ്ദേഹത്തിന്റെ കൽപ്പനകൾക്കെതിരായി തരിമ്പുപോലും പ്രവർത്തിക്കരുത് എന്നും പറഞ്ഞു. മാത്രമല്ല, അദ്ദേഹം എന്നോട് പറഞ്ഞു, ഗുരോ, അങ്ങ് സ്വയം എന്റെ കുട്ടികളുടെ പൂർണ്ണ ഉത്തരവാദിത്വം വഹിക്കണം. അങ്ങുതന്നെ അവരെ ഇവിടെ കൊണ്ടുവരികയും വേണം. നമ്മൾ അയോധ്യ വിടുമ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞതും നിങ്ങൾ കേട്ടിരിക്കും. അതുകൊണ്ട് എന്റെ അഭിപ്രായപ്രകാരം പ്രവർത്തിക്കൂ. എന്റെ കൂടെ മിഥിലയ്ക്ക് വരിക. അവിടെ നിന്നും നമുക്ക് അയോധ്യയ്ക്ക് പോകാം, ഞാനും നിങ്ങളും എന്റെ എല്ലാ ശിഷ്യന്മാരും ഒരുമിച്ച്. അപ്പോൾ സത്യം രാമൻ ബോധ്യപ്പെട്ടു. അവിടുന്ന് സമ്മതത്തിൽ തലയാട്ടി. അങ്ങയുടെ ആഗ്രഹപ്രകാരം ഞങ്ങൾ പ്രവർത്തിക്കാം. പിറ്റേന്ന് പുലരുന്നതിനു മുമ്പ് മിഥിലയ്ക്ക് യാത്ര പുറപ്പെടാൻ തയ്യാറാവണമെന്ന നിർദ്ദേശം എല്ലാവർക്കും ലഭിച്ചു. വിശ്വാമിത്രൻ അതിരാവിലെ തന്നെ എഴുന്നേറ്റ് കുട്ടികളെ പ്രഭാതകൃത്യങ്ങൾക്കായി നദീതീരത്തേക്ക് കൊണ്ടുപോയി. കഴിഞ്ഞ കാലങ്ങളിൽ യജ്ഞങ്ങൾ ചെയ്യാൻ ശ്രമിച്ചാൽ നേരിട്ടിരുന്ന കഷ്ടപ്പാടുകളെപ്പറ്റി പറയാൻ കിട്ടിയ സന്ദർഭത്തിൽ അദ്ദേഹം വികാരഭരിതനായി. രാക്ഷസന്മാരെ പിന്തിരിപ്പിക്കാനുള്ള തന്റെ പ്രവർത്തനങ്ങളെല്ലാം ലക്ഷ്യം സാധിക്കാതെ ലക്ഷ്മണൻ മിഥില ഏതുഭാഗത്താണെന്ന് അന്വേഷിക്കുന്ന വിധം ദൃഷ്ടികൾ തിരിച്ചു. രാമൻ സന്തോഷപൂർവ്വം പറഞ്ഞു, തീർച്ചയായും നമുക്ക് കാണണം. ഞങ്ങൾ നാളെ അങ്ങയോടൊന്നിച്ചു വരാം. ഇത് കേട്ട് വിശ്വാമിത്രൻ വളരെ സന്തോഷിച്ചു. ഇരുട്ടായി. എല്ലാവരും എഴുന്നേറ്റ് സിദ്ധാശ്രമത്തിലേക്ക് നടന്നു. വിശ്വാമിത്രൻ ആശ്രമവാസികളെല്ലാം വിളിച്ചു. പിറ്റേന്ന് പ്രഭാതം പൊട്ടിവിരിയുമ്പോൾ മിഥിലയിലേക്ക് പുറപ്പെടാൻ തയ്യാറായിരിക്കണമെന്ന് ആജ്ഞാപിച്ചു. ഒരാൾ ചോദിച്ചു, ഗുരു, ഇവിടെ ഒരാളുമില്ലെങ്കിൽ ആശ്രമത്തിലെ നടപടിക്രമങ്ങൾ എങ്ങനെ മുടങ്ങാതെ തുടരും? ഓരോരുത്തരും സ്വന്തം കൃത്യങ്ങൾ അവരുള്ള ദിക്കിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ അതുതന്നെയാണ് ആശ്രമ നടപടികളുടെ ശരിയായ അനുഷ്ഠാനം. ആശ്രമവാസികളില്ലാതെ ആശ്രമത്തിന് പ്രത്യേക നടപടിക്രമം ഒന്നുമില്ല. ആശ്രയം അന്വേഷിക്കുന്നവർ ആശ്രമം രൂപപ്പെടുത്തുന്നു. ആശ്രിതന്മാരില്ലെങ്കിൽ ആശ്രമവുമില്ല. ആശ്രിതന്മാരെന്നോടുകൂടിയാവുമ്പോൾ എന്തിന് ആശ്രമത്തെയും നടപടിക്രമത്തെയും സംബന്ധിച്ച് വേവലാതിപ്പെടുന്നു? സാധന ചെയ്യേണ്ട ശിഷ്യന്മാരാണ് അത് ശ്രദ്ധിക്കപ്പെടേണ്ടത്. അതിനു പുറമെ ഈ സ്ഥലം യാതൊരപകടവും മുക്തമായിരിക്കയാൽ ആശ്രമത്തിന് അപകടം വരാനില്ല. എല്ലാറ്റിന്റെയും സൃഷ്ടികർത്താവാണ് നമ്മുടെ ആശ്രയം. നമ്മൾ അവിടെത്തന്നെ ആശ്രയിക്കുമ്പോൾ അവിടുന്ന് എല്ലാവരെയും രക്ഷിക്കും. വിശ്വാമിത്രൻ ഏതാണ്ട് അപരിചിതവും വികാരനിർഭരവുമായ സ്വരത്തിൽ സംസാരിച്ചു. തുടർന്നു, നിങ്ങൾക്ക് ദൈനംദിനാവശ്യങ്ങൾക്കുള്ള സാധനങ്ങളും ആശ്രമത്തിലെ ഉപകരണങ്ങളും പാത്രങ്ങളും എടുക്കുക. ഇവിടെയൊന്നും ബാക്കിയിടേണ്ട ആവശ്യമില്ല. ഏതാനും നവാഗതരായ ശിഷ്യന്മാർ ചോദിച്ചു, ഗുരോ, നമ്മൾ എന്നാണ് ഇവിടെ തിരിച്ചുവരിക? ഇവിടെയില്ലാത്ത കാലത്തേക്കുള്ള ആവശ്യമായ സാധനങ്ങൾ മാത്രമെടുത്താമല്ലോ. എന്തിനാവശ്യത്തിലധികം പേര് വിഷമിക്കുന്നു? വിശ്വാമിത്രൻ പറഞ്ഞു, സമയം ശരീരത്തിന്റെ ദൂതനല്ല, ശരീരമാണ് സമയത്തിന്റെ ദൂതൻ. അതുകൊണ്ട് എപ്പോൾ എന്ന് നമുക്കൊരിക്കലും പറഞ്ഞുകൂടാ. ഞാനിവിടെ ഇനി വീണ്ടും വരുമോ? ഇല്ലയോ? എനിക്ക് സംശയമുണ്ട്. ഇത് കേട്ടപ്പോൾ ആശ്രമവാസികളുടെ ഹൃദയങ്ങളിൽ ഒരു നടുക്കം. അവർ കയ്യിൽ പിടിച്ചിരുന്ന വസ്ത്രങ്ങൾ, പാത്രങ്ങൾ, ഉപകരണങ്ങൾ എന്നിവ വഴുതി നിലംപതിച്ചു. അവർക്ക് മറുപടി പറയാൻ വാക്കൊന്നും കിട്ടിയില്ല. അവർക്ക് പ്രതിഷേധിക്കാനും കഴിഞ്ഞില്ല. അതുകൊണ്ട് അവർ കുടിലുകൾ, യജ്ഞാഗ്നിക്ക് ആവശ്യമായ ചമതകൾ, കർമ്മത്തിനുപയോഗിക്കുന്ന ഹോമപാത്രങ്ങൾ എന്നിവ അവർക്ക് വഹിക്കാവുന്നിടത്തോളം എടുത്തുകെട്ടാക്കി. വിശ്വാമിത്രന്റെ വാക്കുകളുടെ അർത്ഥം ഒരു രഹസ്യമായിരുന്നു. അതുകൊണ്ട് ഓരോരുത്തരും സ്വന്തം രീതിയിൽ അത് വ്യാഖ്യാനിച്ചു. എല്ലാവരും ഉറങ്ങാൻ പോയി. രാത്രി കഴിഞ്ഞു. നേരം പുലർന്നു. എല്ലാവരും യാത്രയ്ക്കൊരുങ്ങി. ആശ്രമവാതിലുകൾ അടയ്ക്കുകയും പൂട്ടുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വിശ്വാമിത്രൻ പറഞ്ഞു, വാതിലുകൾ അടയ്ക്കണ്ട. അവ തുറന്ന നിലയിൽ തന്നെ കിടക്കട്ടെ. അത് നമ്മുടേതല്ല. ഇവിടെ വരുന്ന ആർക്കും അതിൽ പ്രവേശിക്കാം. ആശ്രമം എല്ലാ സമയത്തും വരുന്നവരെ സ്വാഗതം ചെയ്യണം. ഇന്ന് നമ്മളും ഈ ആശ്രമവും തമ്മിലുള്ള ബന്ധം അറ്റുമിരിക്കുന്നു. ഈ പ്രദേശത്തിലെ രക്ഷാദേവതകളെ, ഇനി മുതൽ സൗഖ്യത്തിൽ വളർന്നുവരിക. എന്റെ ശ്രമത്തിൽ ഞാൻ വിജയിച്ചിരിക്കുന്നു. പകരമായി എന്റെ കൃതജ്ഞതാപൂർണമായ ബഹുമാനം സ്വീകരിക്കാലും. ഇനി നിങ്ങളെ രാക്ഷസക്കൂട്ടങ്ങളൊന്നും ഉപദ്രവിക്കുകയില്ല. നിങ്ങൾക്കിനി സമാധാനമായി ജീവിക്കാം. ധാരാളം സന്താനങ്ങളുമായി ക്ഷേമത്തോടും സുഖത്തോടും കൂടി ജീവിക്കാം. ഞാൻ സിദ്ധാശ്രമം ഉപേക്ഷിച്ചു പോകുകയാണ്. പുണ്യനദിയായ ഗംഗയുടെ ഉത്തരഭാഗത്ത് ഹിമാലയ പ്രദേശത്ത് താമസിക്കാനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. വനദേവതകളുടെ നേരെയുള്ള ആദരവിന്റെ അടയാളമായി വിശ്വാമിത്രൻ നിലത്ത് ദണ്ഡനമസ്കാരം ചെയ്തു. അനന്തരം രാമനോടും ലക്ഷ്മണനോടും ആശ്രമത്തിലെ മുതിർന്ന സന്യാസിമാരോടും ഒന്നിച്ച് അദ്ദേഹം യാത്ര ആരംഭിച്ചു.
ആശ്രമവാസികൾ തങ്ങളിതുവരെ താമസിച്ചിരുന്ന വനമോ പർണശാലകളോ അല്ല, വിശ്വാമിത്രൻ എവിടെയോ അവിടെയാണ് തങ്ങളുടെ സ്ഥലമെന്ന് മനസ്സിലാക്കി. ഹിമാലയപ്രദേശം തങ്ങൾക്ക് മുമ്പത്തെ സ്ഥലത്തിനു തുല്യമായിത്തന്നെ അധിഗാമ്യമെന്ന് അവർക്ക് തോന്നി. അതുകൊണ്ട് അവരും വനദേവതകൾക്കും പർണശാലകൾക്കും കൃതജ്ഞതയും ആദരവും അർപ്പിച്ച് മഹർഷിയുടെ പിന്നാലെ നടന്നു. അവരങ്ങനെ വടക്കുഭാഗത്തുകൂടി പോയിക്കൊണ്ടിരുന്നപ്പോൾ അവർക്കു പിന്നിലായി ആയിരക്കണക്കിനു മാനുകൾ, മയിലുകൾ, കാട്ടിലെ മറ്റു മൃഗങ്ങളും വാലുപൊക്കിപ്പൊക്കി ഉത്കണ്ഠാകുലമായി അവർക്കു നേരെ തിരിഞ്ഞുനിന്നു. വിശ്വാമിത്രൻ അവരോടു പറഞ്ഞു, ഹേ അരണ്യവാസികളെ, ഞാൻ പോകുന്ന പ്രദേശം നിങ്ങളുടെ ജീവിതരീതിക്കോ രക്ഷയ്ക്കോ സുരക്ഷിതാവസ്ഥയ്ക്കോ അനുയോജ്യമല്ല. ഈ വനമാണ് നിങ്ങളുടെ പ്രകൃതിദത്തമായ വാസസ്ഥലം. നമ്മുടെ വിരഹത്തിൽ ദുഃഖിക്കരുത്, നമ്മളെ അനുഗമിക്കരുത്, ഇവിടെത്തന്നെ താമസിച്ചുകൊള്ളൂ. ഈശ്വരൻ നിങ്ങൾക്ക് ശാന്തിയും ആനന്ദവും പ്രദാനം ചെയ്യും. യാത്ര തുടരുന്നതിനു മുൻപായി അദ്ദേഹം അവരോടും യാത്രാനുവാദം വാങ്ങി. ആ ദിവസത്തെ സഞ്ചാരം അവരെ സോനാനദീതടത്തിലെത്തിച്ചു. ആ സ്ഥലത്ത് അവർ രാത്രി കഴിച്ചുകൂട്ടി. അവർ നദിയിൽ സ്നാനം ചെയ്തു, സന്ധ്യാവന്ദനം ചെയ്തു. അനന്തരം അവർ ഗുരുവിന്റെ ചുറ്റും കൂടി അദ്ദേഹം പറയുന്ന കഥകൾ കേൾക്കാൻ അക്ഷമരായി. രാമൻ പറഞ്ഞു, ബഹുമാന്യനായ ഗുരോ, ഈ പ്രദേശം ഫലഭൂയിഷ്ഠവും ക്ഷേമപൂർണവുമായി തോന്നുന്നു. ഇതിന്റെ പേരും ചരിത്രവുമെന്താണ്? എനിക്കതറിയാൻ ആഗ്രഹമുണ്ട്. വിശ്വാമിത്രൻ മറുപടി പറഞ്ഞു, രാമ, ബ്രഹ്മാവിന് വെറും ഇച്ഛാശക്തിയിൽ ഒരു പുത്രനുണ്ടായി. അവൻ കുശൻ എന്നു പേരിട്ടു. അദ്ദേഹം വലിയ തപസ്വിയായിരുന്നു. അദ്ദേഹം കുലീനനായ വിദർഭരാജാവിന്റെ പുത്രിയെ പരിണയിച്ചു. ധർമാർത്ഥകാമമോക്ഷങ്ങളായ ചതുർവിധ പുരുഷാർത്ഥങ്ങളെപ്പറ്റി അവർ ബോധവാന്മാരായിരുന്നു. നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കുകയും ചെയ്തു. അവർക്ക് കുസംബൻ, കുശനാഭൻ, അധൂർത്തരാജകൻ, വസു എന്നിങ്ങനെ 4 പുത്രന്മാരുണ്ടായിരുന്നു. ഓരോരുത്തരും ധാർമ്മികതയിൽ പിതൃതുല്യർ, ധർമ്മനിഷ്ഠയിലും ആർജവത്തിലും താദൃശങ്ങളായ ക്ഷത്രിയവർണ്ണത്തിന്റെ വൈശിഷ്ട്യങ്ങളിലും അവർ ഔന്നത്യം വെളിപ്പെടുത്തി. കുശൻ രാജ്യത്തെ 4 ഭാഗങ്ങളാക്കി. ഓരോ ഭാഗവും ഓരോരുത്തരെ ഏൽപ്പിച്ചു. ഇങ്ങനെ നിർദ്ദേശിക്കുകയും ചെയ്തു, മക്കളെ, നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള ഓരോ രാജ്യഭാഗത്തിലും ഭരണം നടത്തി അഭിവൃദ്ധി പ്രാപിക്കുക. അതിൽ പിന്നെ അവർ തങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള പുതിയ കൃത്യങ്ങളിൽ പ്രവേശിക്കുകയും പിതാവിന്റെ ആജ്ഞപ്രകാരം പ്രവർത്തിക്കുകയും ചെയ്തു. ഓരോരുത്തരും തങ്ങളുടെ രാജ്യത്തിനു പുതിയ തലസ്ഥാന നഗരി നിർമ്മിച്ചു. കുസംബൻ കൗസാംബിയും കുശനാഥൻ മഹോദയവും അധൂർത്തരാജകൻ ധർമാരണ്യവും വസു ഗിരിവ്രജവും. രാമ, ഈ പ്രദേശം വസുവിന്റെ രാജ്യത്തിന്റെ ഭാഗമാണ്. ഇവിടെ നമുക്ക് ചുറ്റും 5 ഗിരികളുണ്ട്. ഈ നഗരത്തിന് ഗിരിവ്രജം എന്നു പേരുവന്നത് അതുകൊണ്ടാണ്. ഈ ശുഭനദി സോനായ്ക്ക് സുമഗാധി എന്നും പേരുണ്ട്. അതുകൊണ്ട് ഇതിനെ മഗധ എന്നും വിളിക്കുന്നു. ഇവിടെ മാഗധി കിഴക്കുനിന്നും പടിഞ്ഞാറോട്ടേക്കൊഴുകുന്നു. ഗിരിസാനുക്കളിൽ വെച്ച് ഒരു മുല്ലമാല പോലെ വസുവിന്റെ രാജപ്രൗഢി ഈ നദിയുടെ ഇരുകരകളിലും പെട്ട ദേശങ്ങളെ നിത്യഹരിതവും ഫലസമൃദ്ധവുമായി തീരുവാൻ അനുഗ്രഹിച്ചിരിക്കുന്നു. 2ാമത്തെ പുത്രൻ കുശനാഥൻ ധർമ്മത്തിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയവനായിരുന്നു. അദ്ദേഹം ധർമ്മനിഷ്ഠയുടെ സ്തംഭം തന്നെയാണെന്ന് പറയാം. അദ്ദേഹത്തിന് അനേകം പുത്രിമാരുണ്ടായി. പക്ഷേ ഒരൊറ്റ പുത്രനുമുണ്ടായില്ല. ശാസ്ത്രങ്ങളിൽ നിർദ്ദിഷ്ടമായ അച്ചടക്കരുതികളും നിയമങ്ങളുമനുസരിച്ചുള്ള പെരുമാറ്റവും സ്വഭാവവും അദ്ദേഹം പുത്രിമാരിൽ വളർത്തി. ആത്മനിയന്ത്രണമാണ് ഒരാൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വിശിഷ്ടദാനമെന്ന് അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. അത് ഏറ്റവും സമൃദ്ധമായ ഫലവാഹിനിയായ യജ്ഞമാണ്. സത്യസന്ധനായിരിക്കാനുള്ള ഏറ്റവും സുന്ദരമായ മാർഗമാണത്. എല്ലാ ശരിയായ ചിന്തയുടെയും പ്രവർത്തനത്തിന്റെയും വേരാണത്. അവർ മുലപ്പാൽ കുടിച്ചു വളരുന്ന കാലത്തു തന്നെ അദ്ദേഹം അവർക്ക് ഈ പാഠം നൽകി. പിന്നീട് അവരെയെല്ലാം കാമ്പില്യനഗരത്തിലെ രാജാവായ ബ്രഹ്മദത്തന് വിവാഹം ചെയ്തുകൊടുത്തു. അവരെല്ലാം ഭർതൃഗൃഹത്തിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തിന്റെ വസതി ശൂന്യവും വന്ധ്യയുമായിത്തീർന്നു. കഷ്ടം! പ്രകാശപൂർണവും ഫലിതവും പൊട്ടിച്ചിരിയും കൊണ്ട് പ്രതിധ്വനിച്ചിരുന്ന ആ ഗൃഹം ഇന്ന് ഇരുളടഞ്ഞതും മൂകവും വിരസവും അഗാധമായ മ്ലാനതയുള്ളതും ആയിത്തീർന്നിരിക്കുന്നു. പുത്രിമാർ നിങ്ങളൊക്കെത്തെയുണ്ടായാലും പിതൃഗൃഹം മുഷിപ്പുള്ളതും അപ്രണയവുമാക്കിക്കൊണ്ട് അവർക്ക് വിട്ടുപോകേണ്ടിവരും. എനിക്കൊരു പുത്രനുണ്ടായിരുന്നുവെങ്കിൽ ഈ ദുര്യോഗം ഉണ്ടാകുമായിരുന്നില്ല. ഒരു പുത്രനുവേണ്ടി അദ്ദേഹം ആഗ്രഹിച്ചു.